ഹായ് ഹലോ നമസ്കാരം. ഇന്ന് എനിക്കൊരു കഷ്ടം പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. ഗ്യാസ് തീർന്നുപോയി. അതുകൊണ്ട് ചായ മുതൽ എല്ലാ കാര്യങ്ങളും വിറകടുപ്പിൽ തന്നെ വെക്കേണ്ടി വന്നു. അതെനിക്ക് അത്ര പരിചിതമായിട്ടുള്ളൊരു കാര്യമല്ല താനും. ഇത് കഞ്ഞിയാണ് കേട്ടോ. ഇത് ചായ. മൺകലത്തിലാട്ടോ ഞാനിന്ന് ചായ ഉണ്ടാക്കിയത്. അതേ, അലാവുദ്ദീനെ പോലെ എനിക്കൊരു അത്ഭുത വിളക്കുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ടല്ലോ, മൺകലത്തിലൊക്കെ ഇരുന്ന് നന്നായിട്ട് തിളച്ച് വെന്ത് ഏലക്കൊക്കെ ഇട്ട ചായ ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേക സ്വാദാട്ടോ. ഇനി നമുക്കൊരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാവേ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനാണേ. നമുക്ക് ഉണക്കച്ചെമ്മീൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടേ കുറച്ച് കൊച്ചുള്ളി, വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു മുറി തേങ്ങ ചിരവിയതും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പ് ചേർക്കാവേ. വറ്റൽമുളകാണെങ്കിലും നല്ലതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ കൂടി ഒന്ന് അരച്ചെടുത്താലുണ്ടല്ലോ എൻ്റെ സാറേ, എന്നാ സ്വാദാണെന്നറിയോ, സ്വർഗം. ഒരു പറ ചോറുണ്ണാൻ ഇത് മതി കേട്ടോ. കുറച്ച് മുന്നേ ഞാൻ കഞ്ഞി ഊറ്റിയിട്ടിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ പിണങ്ങി തലകുത്തനെ കിടന്ന കഞ്ഞിക്കലത്തിനെ എടുത്ത് ചൂടെടുപ്പിൽ വെച്ച് അതിനുള്ളിലുള്ള വെള്ളമൊക്കെ ഒന്ന് തോർത്തിയെടുക്കാം കേട്ടോ. അയ്യോ, ഇനി കഞ്ഞിക്കലത്തിലെ കരിയൊക്കെ കഴുകിക്കളയുന്നത് വലിയൊരു ടാസ്ക് കേട്ടോ. വിറകടുപ്പിൽ കഞ്ഞി വെച്ച് കറി വെച്ച് വരുമ്പോഴത്തേക്കിനും ഞാൻ കരിപുരണ്ട ജീവിതം പോലെയാവും. ഇനി ഉണ്ടല്ലോ, നമുക്ക് കുറച്ച് ചിക്കൻ കൂടി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ ഫ്രൈ ഒക്കെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോ ഞാൻ വിറകടുപ്പിൽ ഉണ്ടാക്കണേ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഓരോരോ പുതിയ കാര്യങ്ങൾ ശീലിക്കുന്നത്. ജീവിതത്തിലെല്ലാം അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. ഇനി കെട്ടിയൊരു അടിപൊളി പൊതി ഉണ്ടാക്കി കൊടുക്കണം. എനിക്കുണ്ടല്ലോ പാർസൽ പേപ്പർ തീർന്നും പോയി, വാഴയില കിട്ടിയതുമില്ല. അതുകൊണ്ട് ഞാൻ പാത്രത്തിൽ കുറച്ച് ചോറ് വെച്ച് കൊടുത്തു, ചിക്കൻ ഫ്രൈ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് ചമ്മന്തി വെച്ച് കൊടുക്കാം കേട്ടോ. സത്യത്തിലുണ്ടല്ലോ, ഈ ഒരു ചെമ്മീൻ ചമ്മന്തി മാത്രം മതി ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല കേട്ടോ, നല്ല സ്വാദാണ്. പിന്നെ എൻ്റെ കെട്ടിയൊരു പപ്പടപ്രിയനായതുകൊണ്ട് കുറച്ച് പപ്പടം പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ തന്നെ ഒരു സ്പെഷ്യൽ അച്ചാറുണ്ട് കേട്ടോ, ജാതിക്കയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടത്. അപ്പോൾ ഇന്നത്തെ ജോലികളൊക്കെ ഏകദേശമൊക്കെ തീർന്നു കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഇത് മാമ്പഴക്കാലം ആയതുകൊണ്ട് നമ്മുടെ മാവിലൊക്കെ നിറയെ മാമ്പഴങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.